You've been running around, throwing that dirt all on my name. 'Cause you knew that I'd call you up. You've been going around every party in LA. 'Cause you knew that I'd be at one. Oh, I know that dress is karma, perfume regret. You got me thinking about when you were mine. Oh, and now I'm all up on you. What you expect? But you're not coming home with me tonight. You just want attention. You don't want my heart. Maybe you just hate the thought of me with someone new. Yeah, you just want attention. I knew from the start. You're just making sure I'm never getting over you. Oh. You've been running around, throwing that dirt all on my name. 'Cause you knew that I'd call you up. Baby, now that we're right here standing face to face, you already know that you won. അവിടുത്തെ ബലം ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നത്തെ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുകളെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. സ്നേഹസമ്പന്നനായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചു സ്തുതിക്കുന്നു. വിവാഹ വാഗ്ദാനം ചെയ്യുവാൻ ഈ കുടുംബത്തിൽ നിന്നും ഇപ്പോൾ ദേവാലയത്തിലേക്ക് പോകുവാൻ ഒരുങ്ങി നിൽക്കുന്ന അങ്ങയുടെ ദാസൻ സിൽജോയെ ആശീർവദിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മകന് അനുയോജ്യയായ പങ്കാളിയെ തെരഞ്ഞെടുത്തു തന്ന അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദിയും കൃതജ്ഞതയും അർപ്പിക്കുന്നു. വേർതിരിഞ്ഞിരിക്കുന്നവയെ സംയോജിപ്പിക്കുന്നവനായ ദൈവമേ, ഇസഹാക്കിനെയും റബാക്കയെയും ആശീർവദിച്ച് തന്റെ അവകാശിയാക്കിയ കർത്താവെ, അങ്ങയുടെ ഈ മക്കളെ സംയോജിപ്പിച്ച് ആശീർവദിച്ചത് അനുഗ്രഹിക്കണമേ. സഭയെ നിർമ്മലവധുവായി സ്വയം സ്വീകരിച്ച മിശിഹാനാഥ, ഇന്ന് നടക്കുവാൻ പോകുന്ന ഈ വിവാഹ വാഗ്ദാനത്തെ ആശീർവദിക്കുകയും അങ്ങയുടെ പ്രിയപ്പെട്ടവരായ ഇവരെ സമാധാനത്തിലും മനസ്സിന്റെ ഐക്യത്തിലും കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവിനോട് കൂടി നന്ദി പറയുകയും അവിടത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുവേൻ. കർത്താവിനോടുകൂടി നന്ദി പറയുകയും അവിടത്തെ പാടി പുകഴ്ത്തുവേൻ. അത്ഭുത കൃത്യങ്ങൾ വിളിച്ചറിയിക്കുവേൻ. കർത്താവിനോടുകൂടി നന്ദി പറയുകയും അവിടത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുവേൻ. കർത്താവിനെ പ്രാർത്ഥിച്ച് ശക്തരാക്കുവേൻ. എപ്പോഴും അവിടത്തെ അന്വേഷിക്കുവേൻ. കർത്താവിന്റെ ദാസരായ അബ്രാഹത്തിന്റെ പുത്രരെ, തിരഞ്ഞെടുക്കപ്പെട്ട യാക്കോബിന്റെ പുത്രരെ, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുവേൻ. അവിടുത്തെ അത്ഭുതങ്ങൾ അനുസ്മരിക്കുവേൻ. അവിടുത്തെ ന്യായവിധികൾ പ്രസിദ്ധമാകുന്ന അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടിയും ഇസ്ഹാക്കിനോട് ചെയ്ത ശപഥവും അവിടുന്ന് മറന്നുപോയിട്ടില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വായന സോളമന്റെ ഉത്തമഗീതത്തിൽ നിന്നുള്ള വായന, അധ്യായം 2, 8-ാം വാക്യം. അതാ എന്റെ പ്രിയന്റെ സ്വരം, അതാ മലമുകളിലൂടെ കുതിച്ചു ചാടിയും കുന്നുകളിൽ തുള്ളിച്ചാടിയും അവൻ വരുന്നു. എന്റെ പ്രിയൻ ചെറുമാനിനെ പോലെയോ കലമാൻ കുട്ടിയെ പോലെയോ ആണ്. കിളിവാതിലൂടെ നോക്കിക്കൊണ്ട്, അഴികളിലൂടെ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് അതാ അവൻ ഭിത്തിക്ക് പിന്നിൽ നിൽക്കുന്നു. എന്റെ പ്രിയൻ എന്നോട് മന്ത്രിക്കുന്നു, എന്റെ ഓമനെ, എന്റെ സുന്ദരി, എഴുന്നേൽക്കുക, ഇറങ്ങി വരിക. ഇതാ ശിശിരം പോയി മറിഞ്ഞു, മഴ മാറിക്കഴിഞ്ഞു, ഭൂമിയിൽ പുഷ്പങ്ങൾ വിരിഞ്ഞു തുടങ്ങി, ഗാനലാപത്തിന്റെ സമയമായി. ദൈവമായ നമുക്കെല്ലാവർക്കും ഉചിതമായി നിന്ന് വാഗ്ദാനം നടത്തുവാൻ പോകുന്ന ഞങ്ങളുടെ മേൽ
സിൽജോയെ കർത്താവെ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. വിവാഹവാഗ്ദാനം നടത്തുവാൻ പോകുന്ന അങ്ങയുടെ ദാസരായ സിൽജോയെയും അനഘയെയും വിശ്വസ്തയോടും സന്തോഷത്തോടും കൂടി വാഗ്ദാനത്ത് ഉറച്ചു നിൽക്കുവാനും അവരുടെ നല്ല ഭാവിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹൃദയൈക്യത്തിലും വിശ്വാസത്തിലും നിർമ്മലമായ ഒരു ജീവിതം നയിക്കുവാൻ ഇവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ അപകടങ്ങളിലും വേദനകളിലും പ്രശ്നങ്ങളിൽ നിന്ന് ഇവരെ സംരക്ഷിച്ചു കൊള്ളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും സ്ത്രീഹന്മാരും രക്തസാക്ഷികളും വിശുദ്ധരുമായ എല്ലാ സ്വർഗ്ഗവാസികളുടെയും പ്രത്യേകമായി ഞങ്ങളുടെ പിതാവായ മാർപ്പാപ്പായുടെയും പ്രാർത്ഥന സഹൈവർക്കും ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും പരിത്യാഗവും വഴി വിവാഹ ജീവിതത്തിന് ഇവർ സ്വയം സജ്ജമാക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഇവരിലേക്ക് അയക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാപന പ്രാർത്ഥന. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, ഇസഹാക്കിനെയും റബേക്കയെയും ആശീർവദിച്ച് തന്റെ അവകാശികളാക്കിയതുപോലെ വിവാഹ വാഗ്ദാനം ചെയ്യാൻ പോകുന്ന ഈ ദാസരുടെ വിവാഹ വാഗ്ദാനത്തെ ആശീർവദിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് തന്നെയാണല്ലോ മനുഷ്യനെ സ്ത്രീ പുരുഷന്മാരായി സൃഷ്ടിച്ചതും മനുഷ്യവംശത്തിന് നിലനിൽപ്പിനായി ഇവരെ തമ്മിൽ യോജിപ്പിച്ചതും. അതിനാൽ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഇവരെയും പരിഗണിച്ച് ഇവരുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാക്കണമേ. വാഗ്ദാനം പാലിക്കണമെന്ന് പഠിപ്പിച്ച കർത്താവെ, ജീവിതത്തിന്റെ എല്ലാ ദിവസവും തുണയും സങ്കേതവും നൽകി ഇവരെ നയിക്കുമാറാകണമേ. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഇവിടെ സന്നിഹിതരായ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അരികിലണയുകയായി നീ പുലരിയേക്കാളേറെ തെളിമ പകരുകയായി നീ മെല്ലെ മെല്ലെ എന്റെ മൗനങ്ങളിൽ പ്രണയമായി മാറി മിഴികളിൽ നീ ഒരു കിനാവായി തഴുകി മായുകയോ ഉയിരിലെ വഴിയിൽ ഉണരുമെൻ തിരിയായി ജന്മവീണയിലെ കമാം സ്വരമന്ത്രണം നീയേ
കൃപയാൽ നിറഞ്ഞിറങ്ങി സുസ്ഥി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടാവുന്നു. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവിന്റെ സംരക്ഷണം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്നു, എൻ്റെ ദൈവവും എന്ന് പറയുന്നു. അവിടുന്ന് നിന്നെ വേടന്റെ ഗണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്തെ 10,000. എങ്കിലും നിനക്ക് ഒരു അനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും മണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. കർത്താവിൻ്റെ വചനം. ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്ന പിതാവായ ദൈവം പുത്രനായ യേശുക്രിസ്തുവിലൂടെ എന്ന് പ്രത്യേകം അനുഗ്രഹം ചൊരിഞ്ഞ ദഹനം തിരുനാളാണ് ഈശോയുടെ പ്രത്യക്ഷീകരണം. ആ നല്ല ദിവസത്തിലാണ് സിൽജോയും വിദേശനാമത്തിൽ വിവാഹ വാഗ്ദാനം ദൈവസന്നിധിയിൽ വെച്ച് ചെയ്യുക. ഭക്തിയാദരവോടെ നമുക്ക് ഈ തിരുകർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാം. ഏറെ സ്നേഹത്തിലുള്ള എല്ലാവരെയും ഈ തിരുകർമ്മത്തിലേക്ക് സ്വാഗതം ചെയ്യാണ്. എൻ്റെ പ്രിയമുള്ള സുഹൃത്തച്ഛനാണ് പ്രിയപ്പെട്ട ഐസച്ചൻ, നിങ്ങളുടെ ഇവിടുത്തെ വികാരി. നിങ്ങൾ ഒരുമിച്ച് ആരോഗ്യ സെമിനാരിയിൽ പഠിച്ചവരാണ്. ഒത്തിരി സന്തോഷങ്ങളോടൊപ്പം ആയിരുന്നുകൊണ്ട് ഈ മംഗളക്രമത്തിൽ പങ്കുകൊള്ളാൻ നമ്മുടെ നിമിഷം കരങ്ങൾ കൂട്ടി ദൈവസന്നിധി വിവാഹ വാഗ്ദാനം ചെയ്യുന്ന സിൽജോനും അനഘയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തിരുകർമ്മത്തിലേക്ക് പ്രവേശിക്കും.
നമ്മെ സ്നേഹിക്കുകയും തന്നെ നമുക്ക് നൽകുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സഹോദരി സഹോദരന്മാരെ, എല്ലായ്പ്പോഴും ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് ആവശ്യമാണ്. ഒരു പുതിയ കുടുംബത്തിന് രൂപം നൽകാൻ ഒരുങ്ങുന്ന ക്രൈസ്തവ യുവതിയുവാക്കൾ അതിനായി പരസ്പര സമ്മതം നൽകുന്ന അവസരത്തിൽ പ്രത്യേക ദൈവാനുഗ്രഹം അവർക്ക് ആവശ്യമായിരിക്കുന്നു. നമ്മുടെ സഹോദരി സഹോദരന്മാരായ സിൽജോനും അനഘയും മേൽ ദൈവത്തിന്റെ അനുഗ്രഹം ധാരാളമായി ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൂടിയിരിക്കുക. ഇവർ പരസ്പര സ്നേഹത്തിലും ബഹുമാനത്തിലും വളരുവാനും പ്രാർത്ഥനയിലും ഹൃദയൈക്യത്തിലും തങ്ങളെ തന്നെ വിവാഹത്തിനായി ഒരുക്കുന്നതിനും അങ്ങനെ പരിശുദ്ധിയോടും പക്വതയോടും കൂടെ വിവാഹ ദിനത്തെ സമീപിക്കുവാനും ഇടയാകട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തുടർന്ന് ദൈവവചന സന്ദേശമാണ്. ദൈവവചനം വായിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ദിവസത്തിന്റെ ഇവർക്ക് വേണ്ടിയുള്ള സന്ദേശം നൽകാനായിട്ട് ആദരവോടെ ബഹുമാനപ്പെട്ട ക്ഷണിക്കുന്നു. സാധനങ്ങളോടുകൂടെ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങളെന്റെ സ്നേഹത്തിൽ നിലനിൽക്കുക. ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടി. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. കർത്താവിന്റെ സുവിശേഷം. സ്നേഹമുള്ളവരെ നിന്നാൽ മതി, അതേ നേരം പറയുക. നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന കാലുവേദന ഇവർക്ക് ഒരു സമ്മാനമായിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കാനായിട്ടുള്ളൊരു സെറ്റപ്പ് ഞാനിവിടെ ഒരുക്കിയിട്ടില്ല. ബാക്കിലുള്ളവർക്ക് വേണമെങ്കിൽ ഇരിക്കാൻ തൊട്ടടുത്ത് കസേര എടുക്കുന്ന സിൽജോനെ ഇന്നലെയാണ് ഞാൻ കാണുന്നത്. ഇന്നലെ കണ്ടതിനേക്കാളും ഗ്ലാമറെന്ന്, ഇതിനേക്കാളും ഗ്ലാമർ 14-ാം തീയതി ഇവനുണ്ടാകുമെന്നുള്ളൊരു ധാരണ എനിക്ക്. കാരണമേറൊന്നുമല്ല, നന്നായിട്ട് ഒരു എന്നൊക്കെ ഞാൻ ഇന്നലെ കണ്ടപ്പോൾ ചോദിച്ചു, കാണാനൊരു ലുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ചില നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ചിലതൊന്നും ഇടാൻ പറ്റില്ല. ഇന്ന് ഒരുപാട് വ്യത്യാസം. സാധാരണ ഈ നമസ്കാരം കേൾക്കുന്ന ഒരു പരിപാടി അവളോട് ഞാൻ കേട്ടിട്ടില്ല. കാരണം ഇന്ന് ചോദിക്കാനാണ് എന്റെ മുമ്പിൽ വെച്ച് പറയുമ്പോൾ കുറച്ചും കൂടി ആധികാരികതയുണ്ടാവും. അതിനുശേഷം ഇന്നലെ കണ്ടപ്പോൾ അവളോട് ചോദിച്ചപ്പോൾ അവളോട് വെച്ചാൽ എനിക്കെന്റെ കുഴപ്പം, അച്ഛനാണ് കുഴപ്പം. അനഘനോട് ഞാൻ 2 നിർദ്ദേശങ്ങൾ വെച്ചു. സാധാരണ ഒരു വേദപാഠ സംഗ്രഹം ചെറിയൊരു പുസ്തകമാണ് പഠിക്കാനുള്ളത്. അവളോട് ഞാൻ ചോദിച്ചു, ഒന്നുകിൽ ഇത് മുഴുവനും പഠിച്ച് ഞാൻ ചോദിച്ച് നിന്റെ അടുത്ത് ഞാൻ കേൾക്കും, അല്ലെങ്കിൽ 1 മാസത്തേക്ക് രാവിലെ പള്ളിയിൽ വരണം. ഏത് വേണമെന്ന് ചോദിച്ചു. ഞാൻ രാവിലെ പള്ളിയിൽ വന്നു. ഇനി കുറച്ച് നാളുകൾ കൂടിയുണ്ട്. 14-ാം തീയതിയാണ് വിവാഹം. അനുസരിച്ചോ അനക എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനിയുള്ള ദിവസം മുഴുവൻ രാവിലെ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കാനുള്ളത് ഇത്രേ ഉള്ളൂ. ഈശോയെ അൽത്താരയുടെ മുമ്പിൽ വെച്ചാണ് നിങ്ങൾ ഒരുമിച്ച് ചേരാൻ പോകുന്നത്. നന്നായി ഒരുമിച്ച് ചേരാനും മുന്നോട്ട് പോകാനും പറ്റും. 8 കുമ്പസാരമുണ്ട്. ഞാൻ പറയും പറ്റുമെങ്കിൽ 14-ാം തീയതി രാവിലെ നടത്തിയാൽ. അത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ പാപം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധന്മാർ പോലും ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ടെന്നാണ്. സാധാരണ ഈ നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒട്ടിക്കാൻ പറ്റുന്ന ഒരു സാധനം ഇതാണ് ഫെവിക്വിക്ക്. ആദ്യം ഇത് ഒട്ടിക്കുമ്പോൾ അതിനുള്ളിൽ ഒരു പേപ്പർ ഉണ്ടാവും. അത് മുഴുവൻ വായിച്ചു എന്താണ് ഞാൻ എഴുതിയത്. ഇപ്പൊ അത് ശീലമായതുകൊണ്ട് വായിക്കുന്നത്. അതിനുള്ളിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പൊട്ടിപ്പോയ ഒരു കഷണം അതിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ
ഈ പൊട്ടിപ്പോയതിലും ചേർത്ത് വയ്ക്കാവുന്നതിലും പൊടിയൊന്നും പാടില്ല. അങ്ങനെ ഒട്ടിച്ച് കിട്ടിയാൽ വീണ്ടും നിലത്ത് കൊണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ പൊട്ടില്ല, വേറെ സ്ഥലത്ത് കൊണ്ട് കൊടുക്കാം. കുംഭസാരത്തിന്റെ പ്രാധാന്യം അതിനകത്ത് വളരെ കൃത്യമായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ 14-ാം തീയതി ഉച്ചയാകുമ്പോൾ അൾത്താരയുടെ മുമ്പിൽ വെച്ച് ഒട്ടിച്ചേരാം. പാപമാണ്, പാപമുണ്ടെങ്കിൽ മര്യാദ നോക്കരുത്. അതുകൊണ്ട് നല്ല കുംഭസാരം നടത്തും. അത് വളരെ കൃത്യമായ കുംഭസാരമായിരിക്കണം. അങ്ങനെ നിർബന്ധമായിട്ടും പാപമില്ലാതെ ഒരുമിച്ച് ചേരാനുള്ളൊരു തീരുമാനം നിങ്ങൾ എടുത്ത് മുന്നോട്ട് പോയാൽ എനിക്ക് ഈ അൾത്താരയുടെ മുമ്പിൽ നിന്ന് വളരെ ആധികാരികമായിട്ട് പറയാൻ പറ്റും, ഒരിക്കലും നിങ്ങൾ പൊട്ടിച്ചേരും. അതിങ്ങനെ ഒട്ടിച്ചേർന്ന് ഒരിക്കലും പൊട്ടി തകർന്നു പോകും. അതുകൊണ്ട് അങ്ങനെ ഒരു ഒരുക്കം നിങ്ങളിൽ നടത്തും. ഇത്രയും നാള് അകന്ന ഒരുക്കായിരുന്നു, ഞാൻ അടുത്ത് ഒരുക്കം. പ്രിയമുള്ളവരെ, നിങ്ങൾ വിവാഹിതരായതിനു ശേഷം ആദ്യം കഴിക്കാൻ പോകുന്നത് എന്തായിരിക്കും? ഒരു ഊഹം. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം കഴിക്കാൻ പോകണം. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഒരാഴ്ച പഴയ ആൾക്കാർ പറയും ഇഷ്ടമൊക്കെ വരുന്നു, കേൾക്കും വൈകുന്നേരം. പക്ഷെ അതൊക്കെ തെറ്റാണ്. കത്തോലിക്ക കുടുംബത്തിന്റെ അഹങ്കാരം എന്ന് പറയുന്നത് കല്യാണം കഴിച്ചതിന് ആദ്യം കഴിക്കുന്നത് ഈശോയുടെ ശരീരം കേട്ടോ. അതാണ് നിങ്ങളുടെ അടിസ്ഥാനശില, കുടുംബത്തിന്റെ അടിസ്ഥാനശില. ആ ഒരു ബോധ്യത്തിൽ നിങ്ങൾ ജീവിക്കണം. അതുകൊണ്ടാണ് ഞാൻ അവളോട് പറഞ്ഞത്, നീ കുറച്ച് പ്രാർത്ഥന പഠിച്ച് എൻ്റെ മുമ്പിൽ വന്ന് വെറുതെ ഇങ്ങനെ ഛർദ്ദിച്ചിടുന്നത് പോലെ ഇട്ടതുകൊണ്ട് കാര്യമില്ല. രാവിലെ അവൾ പള്ളിയിൽ വരിക എല്ലാ ദിവസവും. അപ്പോൾ അവളറിയാതെ അവളിലേക്ക് കൃപ ഒഴുകുന്നുണ്ടെന്നാണ്. അത് തന്നെയാണ് ഇനിയും അങ്ങനെ മുന്നോട്ട് പോകുമ്പോണ്ടാവില്ല. കൃപയില്ലാതെ നിങ്ങൾക്ക് ജീവിതമില്ല. അതുകൊണ്ട് ആ ഒരു ബോധ്യത്തിൽ നിങ്ങൾ നന്നായിട്ട് ഒരുങ്ങി മുന്നോട്ട് പോകണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുക. അനഘയുടെയും സിൽജോയുടെയും തൊട്ടടുത്ത് വേറെ 2 പേര് നിൽക്കുക. സിൽജോയുടെ അപ്പച്ചനും അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ആശങ്കയുണ്ടാവും. എങ്ങനെയുള്ളവളാണാവോ? ഞാൻ പറഞ്ഞ ആശങ്ക വേണം. ഇത്രയുള്ള ഒരു ആശങ്ക ഒരു പ്രാർത്ഥനയായിട്ട് ഈ ദിവസങ്ങളിലൊക്കെ സമർപ്പിക്കും. 14-ാം തീയതി നിങ്ങൾ കാഴ്ച സമർപ്പണം നടത്തേണ്ടത് വസ്തുക്കളല്ല, മറിച്ച് ഈ 2 വ്യക്തികളെ. നിങ്ങൾക്ക് നിങ്ങളുടെ മകന്റെ ഭാര്യയായി ഇവളെ എളുപ്പത്തിൽ സ്വീകരിക്കാൻ പറ്റും. അങ്ങനെ സ്വീകരിക്കരുത്. അങ്ങനെ സ്വീകരിച്ചാൽ അത് പൂർണ്ണമാവില്ല. മകളായിട്ടാണ് എടുക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ കുടുംബത്തിന് അതൊരു ഐശ്വര്യമായി മാറും എന്നതിൽ യാതൊരു സംശയവും. അനഘയുടെ അപ്പച്ചനും അമ്മച്ചിക്കും അവരുടെ ഉള്ളിൽ കുറച്ചും കൂടി ആദിയായിരിക്കും. കാരണം ഇത്രയും നാള് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെയായിരുന്നു അവൾ ജീവിച്ചത്. ഇനി വേറൊരു കുടുംബത്തിലേക്ക് ചെറുപ്പം മുതൽ നമ്മൾ ഈ പെൺകുട്ടികളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എടി നീ ഇവിടെ ജീവിക്കേണ്ടവളല്ല, വേറൊരു കുടുംബത്തിൽ പോകേണ്ടവൾ. അങ്ങനെ പറഞ്ഞ് അവളെ ഇങ്ങനെ ഒരുക്കി മുന്നോട്ട് വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഇവരുടെ ഉള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥത. പ്രിയമുള്ള അനുചേട്ട ചേച്ചി, നിങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ ഇവളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഇവിടെ വേറൊരു കുടുംബത്തിൽ പോകുമ്പോൾ വേറൊരു കുടുംബത്തിലേക്ക് പോകുകയാണെന്ന് തോന്നാത്ത രീതിയിൽ പോകാൻ ഇവർക്ക് സാധിക്കും. അതിനുവേണ്ടി ഇവിടെ നന്നായിട്ട് ഒരിക്കൽ പ്രാർത്ഥിക്കും. അനക്ക സിൽജോ, ഇത്രയും നാള് സിൽജോയുടെ അപ്പനോ അമ്മയുണ്ട്. ഇനി അത് 2 പേരെ അങ്ങനെ എടുക്കും. സാധാരണ ഭാഷ പറഞ്ഞ ഒരപ്പനെ സഹിച്ചാൽ മതിയായിരുന്നു, ഇനി 2 അപ്പനെ സഹിക്കും. സഹനം എന്ന് പറയുന്നത് സ്നേഹം. അവരുടെ സഹനമാണ് ഈ കുരിശിൽ കാണുന്നത്. അനക ഇത്രയും നാൾ നിങ്ങൾക്ക് ഒരപ്പനോ അമ്മയായിരുന്നു, ഇനി 2 അപ്പനോ അമ്മയാണ്. ആ ഒരു ബോധ്യത്തിൽ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. വചനം പറയുന്നുണ്ട്, മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേർന്ന്. പ്രിയമുള്ള മണവാട്ടി, നിങ്ങളോട് നിങ്ങളിങ്ങനെ ഒതുങ്ങി ഇവിടെ നിൽക്കുന്നു. അതേപോലെ തന്നെ ഒരുങ്ങി നിങ്ങളുടെ അപ്പുറത്തും അപ്പച്ചനും അമ്മച്ചിനും നിൽക്കുന്നത്. അവരുടെ ഉള്ളിൽ ഒരുക്കം മാത്രമുള്ള ഒരു കൂടി നിങ്ങൾക്കുള്ള ഈ
ഈ സൗന്ദര്യം എന്ന് പറയുന്നത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അതിൻ്റെ അപ്പനമ്മയാണ്. അവരെ മറന്നുകൊണ്ട് നിങ്ങൾ ജീവിക്കാൻ തീരുമാനിച്ചാൽ ഇവിടെ ഞാൻ പറയാം, ഒരു കാര്യമില്ല. കുടുംബത്തിന് ഒരു ഐശ്വര്യം ഉണ്ടാവില്ല, ഒരു അനുഗ്രഹം ഉണ്ടാവില്ല. അവരെ സുഖകരമായ ഒരു നൊമ്പരമായി കൂടെ കൊണ്ട് നടക്കാൻ പറ്റും. അവരുടെ അടുത്ത് പോയിരിക്കണമെന്നൊന്നുമല്ല പറയുന്നത്. പക്ഷെ അവർക്ക് തോന്നുക എൻ്റെ മകൻ, എൻ്റെ മകൾ ഇപ്പോഴും അവരുടെ ഉള്ളിൽ ഞങ്ങളുണ്ടെന്നൊരു തോന്നൽ കൊടുക്കണം. പ്രിയമുള്ളവരെ, അവര് ഒഴുക്കിയ കണ്ണുനീര്, അവരൊഴുക്കിയ വിയർപ്പ്, അതാണ് നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ഒക്കെ ഉള്ളത്. അതിന് വളരെ സിമ്പിളായിട്ടുള്ള ഉദാഹരണം എന്ന് വെച്ചാൽ, അനങ്ക, ശുചോനി നിങ്ങൾ ഓർമ്മ വെച്ചപ്പോൾ നിങ്ങളുടെ അപ്പനോമയാണ്. അത് ഇതിനേക്കാൾ ഭംഗിയായിരുന്നു, ഇതിനേക്കാൾ ആരോഗ്യം. പ്രായം കഴിഞ്ഞപ്പോൾ ചില ജരാനരകൾ അവർക്ക് ബാധിക്കുന്നുണ്ട്. ഈ ജരാനരകൾ എവിടെയാണ്, എന്തുകൊണ്ട് ഇവർക്ക് വന്നു എന്ന് ചോദിച്ചാൽ, അത് അവരുടെ സൗന്ദര്യവും ആരോഗ്യവും നിങ്ങൾക്ക് പ്രദാനം ചെയ്തത്. നിങ്ങളുടെ കൂടെയുള്ള ആരോഗ്യം, സൗന്ദര്യം അത് മാതാപിതാക്കളുടെ പേരെയാണ്. തിരിച്ചറിഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയ ഇതിലും വേറെ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാകും. അതുകൊണ്ട് മാതാപിതാക്കളുടെ ഓർമ്മ സുഖകരമായ ഒരു നൊമ്പരമായി ഉള്ളിൽ കൊണ്ട് നടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രിയമുള്ള മാതാപിതാക്കളെ, കുറച്ചധികം ആളുകൾ നമ്മൾ ഈ എൻഗേജ്മെൻറ്റിന് വേണ്ടി, മനസ്സമ്മതത്തിന് വേണ്ടി ഈ ആലയത്തിൽ വന്നിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മൂല്യമുള്ള ഒരു സമ്മാനം ഇവർക്ക് കരുതണം. വേറെ ഒന്നുമല്ല, പ്രാർത്ഥന. എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്നും കൂടെ പറയാം. അവസാനം വരെ സന്തോഷത്തിൽ ജീവിക്കാനല്ല, സന്തോഷത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്കറിയാം, ഉള്ളിരിക്കുന്ന മാതാപിതാക്കൾക്കറിയാം, സന്തോഷമല്ല, സങ്കടവും ദുഃഖവും ഇങ്ങനെ മാറി മറിഞ്ഞു. അങ്ങനെ മാറി മറിഞ്ഞു വരുമ്പോഴും സങ്കടം വരുമ്പോൾ കെട്ടിപ്പിടിച്ച് കരയാനും, സന്തോഷം വരുമ്പോൾ കെട്ടിപ്പിടിച്ച് സന്തോഷിക്കാനും അവർക്ക് സാധിക്കും. മരണം വരെ പിരിയാതെ ജീവിക്കാനുള്ള ഒരു കൃപ ഇവർക്ക് നൽകണമെന്നൊരു പ്രാർത്ഥന നിങ്ങൾ ഇവർക്ക് വേണ്ടി നൽകണം. ഞങ്ങളും അത് തന്നെയാണ് നൽകുന്നത്. അങ്ങനെ നല്ല കുടുംബജീവിതം ആസ്വദിക്കാൻ ഈ ശിൽജോയ്ക്കും അനഘയ്ക്കും സാധിക്കട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിക്കുന്നു. 14-ാം തീയതി ബലിയർപ്പണത്തിലൂടെ ഇവർ ഒന്നായി ചേരുമ്പോൾ ആ ദൈവത്തിന്റെ കൃപ അതിന്റെ പൂർണ്ണതയിൽ സ്വീകരിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവമെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വിവാഹ ഉടമ്പടിയുടെ ക്രിസ്തുവിലൂടെ പിതാവിന്റെ മക്കളും ലോകത്തിന് മുഴുവൻ അവിടുത്തെ സാക്ഷികളുമാകാൻ തക്കവിധം പിതാവായ ദൈവം നമ്മെ അത്യധികം സ്നേഹിച്ചു. അതുകൊണ്ട് ഭക്തിയോടെ വിശ്വാസത്തോടെ നമുക്ക് അവിടുത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ സ്നേഹത്തിൽ ജീവിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയ്ക്ക് കർത്താവേ, അങ്ങേ സ്നേഹത്തിൽ എന്നും ജീവിക്കാൻ ഇവരെ സഹായിക്കണമേ എന്ന് ഉപേക്ഷിച്ചു. സ്നേഹപിതാവിനെ ക്രിസ്തുവിൽ ഒരുമിക്കാൻ ഒരുങ്ങുന്ന ഇവർ പരസ്പര സ്നേഹത്തിലൂടെ അങ്ങയുടെ മക്കളെന്ന് അറിയപ്പെടുവാൻ തക്കവിധം അന്യോന്യം സ്നേഹത്തിൽ പ്രവർത്തിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിക്കാൻ ഇവരെ സഹായിക്കണമേ. സ്നേഹദാതാങ്ങിയുടെ സ്നേഹത്തിന് എന്നും പ്രത്യുത്തരം നൽകി ജീവിക്കുന്നതിൽ സമ്പൂർണ്ണ സന്തോഷം കണ്ടെത്തുവാൻ കുടുംബ ജീവിതത്തിലൊരുങ്ങുന്ന ഈ മക്കളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മസ്വരൂപനായ ദൈവമേ, പരസ്പര സ്നേഹത്തിൽ സ്ത്രീയെയും പുരുഷനെയും സംയോജിപ്പിച്ചുവല്ലോ. ഈ സഹോദരങ്ങൾ കെട്ടിപ്പടുക്കുവാൻ പോകുന്ന കുടുംബത്തിൽ തങ്ങളുടെ സ്നേഹത്തിന്റെ മധുരമായ മക്കളോടൊത്ത് സദാ സന്തോഷിക്കുന്നതിനും ഇവർ അങ്ങയെ സ്തുതിക്കുന്നതിനും ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹസ്വരൂപനായ ദൈവമേ, അങ്ങേ പ്രതിബദ്ധനക്ക് സഹായ രഹസ്യത്തിലൂടെ സഭയെ തന്നെ മണവാട്ടിയായി സ്നേഹിക്കുകയും അങ്ങേക്ക് സമർപ്പിച്ച രക്തയാഗത്തിലൂടെ വിശദീകരിച്ച് നിർമ്മലമാക്കുകയും ചെയ്തുവല്ലോ. വിവാഹം എന്ന കൂതാശയിലൂടെ ഭാര്യ ഭർത്താക്കന്മാർ ആഗ്രഹിക്കാൻ പോകുന്ന ഇവർ പരസ്പരം ഉണ്ടായിരിക്കേണ്ട സ്നേഹത്തിന് അങ്ങയുടെ മാതൃക സ്വീകരിക്കുവാൻ മനസ്സാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മനസ്സിലും ഹൃദയത്തിലും ക്രിസ്തീയ കുടുംബത്തെ ഒന്നാക്കി തീർക്കുന്ന സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ ഇവരെ അത്യന്തം നിലനിർത്തണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഒരു നിമിഷം കരങ്ങളിൽ പോയി യേശുനാമത്തിൽ വിവാഹ സമ്മതം ചെയ്യുന്ന സിൽജോനെയും അനഘയെയും അവരെടുക്കുന്ന തീരുമാനത്തെ ഓർച്ചു തരാൻ ദൈവത്തിൻ്റെ എല്ലാം പോലെ സമാധാനമായ, സന്തോഷം നിറഞ്ഞ, സംതൃപ്തി നിറഞ്ഞ, തിരുകുടുംബ ചൈതന്യമുള്ളതാകുന്ന കുടുംബജീവിതം നയിക്കുവാൻ ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ചോദിക്കുന്ന ചോദ്യത്തിന് രണ്ടുപേരും മറുപടി നൽകാം. സിൽജോ, ഈ നിൽക്കുന്ന അനഘയെ നിങ്ങളുടെ പ്രതിശ്രുത വധുവായി സ്വീകരിക്കുവാൻ സമ്മതമാണോ? അനഘ, ഈ നിൽക്കുന്ന സിൽജോനെ നിന്റെ പ്രതിശ്രുത വരനായി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ? വാത്സല്യത്താൽ അങ്ങേ മക്കളായ സിൽജോനെയും അനഘയെയും പരസ്പരം സ്നേഹിക്കുവാൻ പ്രചോദനം നൽകിയതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇവരുടെ ഹൃദയങ്ങളെ സ്നേഹത്തിൽ സ്ഥിരീകരിക്കുവാൻ കഴിയണമേ. അങ്ങനെ ഇവർ അന്യോന്യം വിശ്വസ്തത പാലിച്ച് എല്ലാ കാര്യങ്ങളിലും അങ്ങയെ പ്രസാദിപ്പിക്കുവാനും യഥാസമയം വിവാഹം എന്ന കൂദാശയിൽ ബന്ധിതരാകുവാനും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. 6-ാം തീയതിയായിട്ട് കരുവന്നൂർ സെയിന്റ് മേരീസ് പള്ളിയുടെ വക പെരുമ്പുള്ളി ജോസ് കമാൽ ഗ്രേസി ദമ്പതികളുടെ മകൻ സിൽജോയ്, ഈ ഇടവക ചേരമാതിരുതി ആന്റണി ഷൈനി ദമ്പതികളുടെ മകൾ അന്നഖയും തമ്മിൽ ഉഭയസമ്മതപ്രകാരം തിരുസഭയുടെ നിയമമനുസരിച്ച് യഥാകാലം വിവാഹം ചെയ്തു കൊള്ളാമെന്ന് കുടുംബത്തിരുത്ത് സെയിന്റ് ജോസഫ് പള്ളി വികാരി ഡയസ് ആന്റണി അച്ഛന്റെയും ഷാജു ചിറയത്ത് അച്ഛന്റെയും മുമ്പാകെ സ്വമനസാലെ വിവാഹ വാഗ്ദാനം ചെയ്തുകൊള്ളുന്നു. സ്നേഹത്തിലും സമാധാനത്തിലും ഉറവിടമായ കർത്താവ് നിങ്ങളിൽ വസിച്ച് നിങ്ങളുടെ മാർഗങ്ങൾ തെളിയിക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളെ തന്റെ സ്നേഹത്തിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. One look at you, my whole life falls in line. I prayed for you.
for each other couples. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇല്ലേ? എന്തൊരു ഉഷാറില്ലാത്ത എല്ലാവരും പറ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ ഈ ദിവസം ഏറ്റവും സന്തോഷിക്കുന്നത് നിങ്ങളുടെ പാരന്റ്സ് ആയിരിക്കും അല്ലേ? ഇത്രയും നാള് വളർത്തി വലുതാക്കി ഒരു മോളുടെ കല്യാണം അല്ലെങ്കിൽ മോന്റെ കല്യാണം എന്ന് പറയുമ്പോൾ പാരന്റ്സ് ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് അത് ഒരു പാരന്റ് ആയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്ന് എല്ലാവരും പറയുക. ഓൾസോ എനിക്ക് രണ്ട് ചേട്ടന്മാരും എല്ലാവർക്കും അറിയാം, ആശ്രയും അക്ഷയും ഇനി ആരും ചെയ്യേണ്ടത് തീർച്ചയായും ചേട്ടന്റെ അഭിഷേകം അഭിഷേകം ചേട്ടന്റെ അഭിഷേകം അഭിഷേകം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാ ശുഭകാര്യങ്ങളും പ്രാർത്ഥനയോടെയാണ് ആരംഭിക്കുന്നത്. ദീപം തെളിയിക്കൽ പ്രാർത്ഥനയുടെ ഒരടയാളമാണ്. അതിനാൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. I would request the bride and groom to be the step forward to the light of the candles. ഇവിടെ സിജോയും അരയും you're a sky full of stars. I'm gonna give you my heart. 'Cause you're a sky full of stars. 'Cause you light up the path. I don't care, go on and tear me apart. I don't care if you do. 'Cause in the sky full of stars, I think I saw you. You're a sky full of stars. I wanna die in your arms. Oh. 'Cause you get lighter the more it gets dark. I'm gonna give you my heart. Oh. I don't care, go on and tear me apart. I
in a sky full of stars. I think I see you. I think I see that shadow holding me hostage. I've been here for days. Who's this whisper telling me that I'm never gonna get away? I know they'll be coming to find me soon, but I fear I'm getting used to by you. Baby, look what you've done to me. Baby, look what you've done now. Baby, I'll never leave if you keep holding me this way. Baby, look what you've done to me. Baby, you got me tied down. Baby, I'll never leave if you keep holding me. Who's this man that's holding your hand and talking about your eyes? Used to sing about being free, but now he's changed his mind. I know they'll be coming to find me soon, but my Stockholm syndrome is in your room. Yeah, I fell for you. Baby, look what you've done to me. Baby, look what you've done now. Baby, I'll never leave if you keep holding me this way. Baby, look what you've done to me. Baby, you got me tied down. Baby, I'll never leave if you keep holding me this way. All my life I've been on my own. I used to let you get me home, but now together we're alone, and there's no other place I'd ever wanna go. Baby, look what you've done, 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 done. Baby, look what you've done to me. Baby, look what you've done now. Baby, I'll never leave if you keep holding me this way. Baby, look what you've done to me. Baby,
the light, you're the night, you're the color of my blood. You're the cure, you're the pain, you're the only thing I wanna touch. Never knew that it could mean so much, so much. You're the fear, I don't care, 'cause I've never been so high. Follow me through the dark, let me take you past the satellites. You can see the world you brought to life, to life. So love me like you do, la la, love me like you do. Love me like you do, la la, love me like you do. Touch me like you do, ta ta, touch me like you do. What are you waiting for? Fading in, fading out, on the edge of paradise. Every inch of your skin is a holy grail I've gotta find. Only you can set my heart on fire, on fire. Yeah, I'll let you set the pace, 'cause I'm not thinking straight. My head's spinning around, I can't see clear no more. What are you waiting for? Love me like you do, love me like you do, like you do. Love me like you do, love me like you do. Touch me like you do, touch me like you do. What are you waiting for? Love me like you do, love me like you do, like you do. Love me like you do, love me like you do. Touch me like you do, touch me like you do. What are you waiting for? I'll let you set the pace, 'cause I'm not thinking straight. My head's spinning around, I can't see clear no more. What are you waiting for? Love me like you do, love me like you do, like you do. Love me like you do, love me like you do. Touch me like you do, touch me like you do. What are you waiting for? Love me like you do, love me like you do, like you do. Love me like you do, love me like you do. Touch me like you do, touch me like you do. What are you waiting for? ദൈവം പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. മനുഷ്യരുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 1:26 മുതലുള്ള തിരുവചനങ്ങൾ. 6-ാം മാസത്തിൽ ഗലീലയിലെ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദ് ഗോത്രത്തിൽപ്പെട്ട യോസേഫ് എന്ന പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന ഒരു കന്യകയുടെ അടുക്കലേക്ക് ദൈവം ഗബ്രിയേൽ ദൂതനെ അയച്ചു. ആ കന്യകയുടെ പേർ മറിയം എന്നായിരുന്നു. ദൂതൻ അവരുടെ അടുക്കലെത്തി ഇപ്രകാരം പറഞ്ഞു: ദൈവകൃപ ലഭിച്ചവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ വാക്കുകൾ കേട്ട് അവൾ അത്യധികം അസ്വസ്ഥയായി. ഈ അഭിവാദനം എന്തായിരിക്കുമെന്ന് അവൾ ചിന്തിച്ചു. ദേവദൂതൻ അവരോട് പറഞ്ഞു: മറിയമേ, ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വനന്മ സ്വരൂപനായ ദൈവമേ,
അങ്ങേ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും സർവ്വശക്തിയോടും കൂടി ആരാധനാ സ്തുതി ശാസ്ത്രങ്ങൾ സമർപ്പിക്കുന്നു. നിന്നിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ കൃതജ്ഞത അർപ്പിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ അനന്ത സ്നേഹത്താൽ മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. ഇണയും തുണയുമായി ദാമ്പത്യ ജീവിതത്താൽ ബന്ധിച്ച് സുഖദുഃഖങ്ങൾ പങ്കിട്ട് സന്താനങ്ങളെ പോറ്റി വളർത്തി മരണപര്യന്തം ഒരുമിച്ച് ജീവിക്കുവാൻ അനുവദിച്ചുവല്ലോ. വിവാഹമെന്ന ഉടമ്പടിയിലൂടെയാണല്ലോ അങ്ങ് പുരുഷനെയും സ്ത്രീയെയും ഒരുമിച്ച് ജീവിക്കാൻ അനുവദിച്ചത്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന അങ്ങയുടെ ഈ മക്കൾക്ക് തിരുസന്നിധിയിൽ വെച്ച് നടത്തുവാൻ പോകുന്ന ഉടമ്പടിയുടെ ഗൗരവവും മഹത്വവും ശരിയായി ഗ്രഹിച്ച് ആത്മീയവും ശാരീരികവുമായി ഒരുങ്ങുവാൻ വേണ്ട കഴിവുകൾ നൽകണമേ. അങ്ങനെ അവർ തക്ക ഒരുക്കത്തോടുകൂടി യഥാർത്ഥ വിശുദ്ധിയിലും വിശ്വാസത്തിലും ഈ കുദാശ സ്വീകരിക്കാൻ ഇടയാക്കണമേ. ഇവരുടെ ഇനിയുള്ള ഒരുക്കദിനങ്ങൾ പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയുമാകുവാൻ ഇടവരുത്തണമേ. എല്ലാ വരദാനങ്ങളാലും അവരെ നിറച്ച് അവരോടുകൂടെ നീ എപ്പോഴും ഉണ്ടാകണമേ. കൃപാസമ്പന്നനായ ദൈവമേ, അനുയോജ്യമായ ജീവിത പങ്കാളിയെ തെരഞ്ഞെടുത്ത് ഞങ്ങളുടെ മകനും മകൾക്കും നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയും നന്ദിയും അർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, നിങ്ങൾ ഒന്നായിരിക്കുന്നത് പോലെ വിവാഹ ജീവിതത്തിലൂടെ ഞങ്ങളുടെ മക്കൾ സ്നേഹത്തിലും ഐക്യത്തിലും വിശ്വസ്തതയിലും ഒരുമയോടെ വളർന്നു വരുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ മക്കളെ വിവാഹാന്തത്തിൽ പ്രവേശിപ്പിക്കുവാൻ സഹായിക്കുന്ന എവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളുടെ വിവാഹ ദിവസം ഈ ഭവനത്തിൽ മുഖ്യതിഥിയായിത്തിരിക്കുന്ന അവരെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ആമേൻ. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. അങ്ങു തന്ന ദാനത്തിനായി നന്ദിയേകിടാം, അങ്ങു തന്ന സ്നേഹത്തിനായി നന്ദിയേകിടാം. നന്മരൂപനേ നല്ല ദൈവമേ, നന്മരൂപനേ നല്ല ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, ഇപ്പോഴും എപ്പോഴും നന്ദി ദൈവമേ. മലരും തോൽക്കും മുഖമേ, മിഴികൾ ചിമ്മും ശിലയേ, പകലിൽ തൂകും നിലവേ, കവിയും പാടാ കവിതേ. അന്നാദ്യം കണ്ട നാൾ മുതലുള്ളിൽ പെണ്ണവളാണേ, കണ്ടാലും കണ്ടാലും കൊതി തീരാ നൊമ്പരമെന്താവോ. എന്നെഞ്ചോരം അവൾ മിന്നാരം ചിരി തൂകും കണ്ണഴകായി, കൺചിമ്മാതെ നിറം മങ്ങാതെ മനം തേടും പൊൻകണിയായി. ഈ മന്ദാരം ഒരു ചങ്ങാത്തക്കനവോടെ കണ്ണൊഴിയേ